നിങ്ങൾ വിജയിക്കുന്നതുവരെ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, അതിനാൽ വിജയിക്കുക. ആത്മവിശ്വാസമാണ് പ്രധാനം. സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക. സ്വയം വിശ്വസിക്കുക. നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കുക. നല്ലത് ചിന്തിക്കുക. നല്ല കാര്യങ്ങൾ പറയുക. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക. എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെയും ലഭിക്കും. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. അറിവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിത്രം. അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു. ജീവിതത്തിലെ ഓരോ നിമിഷവും പഠിക്കാനുള്ളതാണ്. ആ വിലപ്പെട്ട നിമിഷങ്ങളെ ഒരിക്കലും പാഴാക്കാതെ അറിഞ്ഞുപയോഗിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നു. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി. നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ആദ്യത്തെ പടിയാണ് ബുദ്ധിമുട്ട്. അത് ചാടിക്കയറാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. വാക്കുകൾ സ്വതന്ത്രമാണ്. നിങ്ങൾ അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് ചിലവേറിയത്. പറയുന്നവർ പലതും പറയും. നമ്മൾ നമ്മളിൽ ശ്രദ്ധരാകുക. കാരണം നഷ്ടപ്പെടാനുള്ളത് അവർക്കല്ല, നമുക്കാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കഴിയുന്നവനല്ല സന്തോഷവാനായ വ്യക്തി. ചില പ്രത്യേക മനോഭാവമുള്ളവനാണ് സന്തോഷവാൻ. ഇന്നുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാലേ ഇന്നുവരെ ഇല്ലാതിരുന്ന ഒരു നമ്മൾ നാളെ മുതൽ ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവർ നമ്മെ വിഷമിപ്പിച്ച കാര്യം ഓർമ്മയിൽ വരുമ്പോൾ അവർ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം ഓർത്ത് വിഷമം മറന്നേക്കുക. നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ വേണ്ട ആഗ്രഹം വളരെ ഉയർന്നതായിരിക്കട്ടെ. ഉദ്ദേശവും ലക്ഷ്യവും ഇല്ലാത്ത പരിശ്രമവും ധൈര്യവും അപൂർണമാണ്. തോൽവിയിൽ പോലും ധീരത കാട്ടുന്നവർ ഒരിക്കൽ അന്തസ്സായി വിജയിക്കുന്നത് കാണാം. ഓരോ മനുഷ്യനോടും അവൻ്റെ മനസ്സിലാക്കുവാനുള്ള കഴിവിനനുസൃതമായി സംസാരിക്കണം. ജീവിതം ഒന്നേയുള്ളൂ. അത് തോൽപ്പിച്ചവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കാനുള്ളതാണ്. ആഗ്രഹങ്ങളോ തീരുമാനങ്ങളോ അല്ല, സന്ദർഭങ്ങളാണ് മനുഷ്യൻ്റെ വിധി നിർണയിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങൾക്ക് നേരെ കല്ലെറിയുന്നെങ്കിൽ നിങ്ങൾ അവയെ നാഴികക്കല്ലുകളാക്കി മാറ്റുക. നിങ്ങൾക്ക് ഒന്നാമനാവണമെങ്കിൽ ബാക്കി 99 പേരും ചെയ്യാൻ തയ്യാറല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ഇന്നലകൾ ഓർമ്മകളായി, നാളുകൾ പ്രതീക്ഷകളുമാണ്. ജീവിതമെന്നത് ഇന്നാണ്. എല്ലാം നല്ലതിനാണ്. ചില കാര്യങ്ങൾ നല്ലതിനല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അല്പം കാത്തു നിൽക്കുക. ചോദ്യം ചെയ്യാതെ വികാരങ്ങൾക്ക് കീഴടങ്ങുക എന്നതാണ് ഏറ്റവും വലിയ അടിമത്വം. തെറ്റ് മനസ്സിലാക്കാനും അത് തിരുത്താനും അനാവശ്യമായത് നിരസിക്കാനുമുള്ള കഴിവാണ് പക്വത. ഉറച്ച തീരുമാനത്തോടെ എഴുന്നേൽക്കുക. തികഞ്ഞ സംതൃപ്തിയോടെ ഉറങ്ങുക. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. അത് മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ തകർന്നു പോകരുത്. കാരണം അവരുടേത് അഭിപ്രായങ്ങൾ മാത്രമാണ്, യാഥാർത്ഥ്യങ്ങളല്ല. ശാന്തമായ മനസ്സിൽ നിന്നേ മികച്ച തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ശുഭാപ്തി വിശ്വാസം നമ്മുടെ ജീവിതത്തെ വിജയത്തിൽ എത്തിക്കും. ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്നു മാത്രം മതി. ആരെപ്പറ്റിയും മോശമായി പറയാതിരിക്കുക. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയും. ഇന്നലകൾ വീണ്ടെടുക്കാനാവില്ല. പക്ഷേ നാളെ ജയിക്കണോ തോൽക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നത് പ്രധാനമല്ല. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാം അർത്ഥമാക്കുന്നു. നെഗറ്റീവ് പറഞ്ഞു തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിക്കുന്നതാണ് ചാലഞ്ച്. ജീവിതത്തിൽ അനുഭവങ്ങൾ പാഠങ്ങളാണ്. നന്മതിന്മകൾ ശരിതെറ്റുകൾ വിവേചിച്ചറിയാനുള്ള അവസരവുമാണ്. നമുക്ക് എന്താണുള്ളത് അത് വെച്ച് തുടങ്ങുക. പതിയെ പതിയെ വളർത്തുക. ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ സാധിക്കും. ഏറ്റവും നല്ല ആയുധം ക്ഷമയാണ്. ഏറ്റവും വലിയ പ്രതികാരം മൗനമാണ്.
എല്ലാം അറിയാമെന്ന് ധരിക്കുന്ന നിമിഷം അറിവില്ലായ്മയുടെ തുടക്കമാണ്. ജീവിതം ഒരു പരീക്ഷയാണ്. അത് വിജയിക്കുന്നത് സ്ഥിരതയാണ്. അവസരങ്ങൾ എന്നത് സംഭവിക്കുന്നതല്ല, നിങ്ങളാണ് അവയെ സൃഷ്ടിക്കുന്നത്. ഭാവിയിൽ മികച്ചതാകാൻ നിങ്ങളുടെ ഭൂതകാലം മറക്കാൻ ആരംഭിക്കുക. നമുക്കുള്ള ഏക പരിമിതി നമ്മുടെ മനസ്സ് മാത്രമാണ്. വീണുപോകുന്നുവെന്ന് സ്വയം തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അത് മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകും. കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല. പ്രചോദനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. അതിനാൽ വലുതായി ചിന്തിച്ച് വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. വിദ്വേഷം ഭയപ്പെടുത്തലിൽ നിന്നാണ് വരുന്നത്, സ്നേഹം അഭിനന്ദനത്തിൽ നിന്നും. കഠിനമായ സമയങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല, അതുകൊണ്ട് ആകുലപ്പെടേണ്ടതില്ല. നിങ്ങൾ ലോകത്തിന് എന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ ലോകം നിങ്ങൾക്ക് തിരിച്ചു തരികയുള്ളൂ. വെളിച്ചം പകരാൻ നമ്മളെ കൊണ്ടായില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാവരുത്. പല പ്രശ്നങ്ങളെയും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നമ്മുടെ ചിന്തകളും പ്രവർത്തികളുമാണ്. ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാൻ ഈ 2 കാര്യങ്ങൾ ചെയ്യുക. ആരുടെയും ആരും ആകാതിരിക്കുക, ആരെയും നിങ്ങളുടെ ആരും ആക്കാതിരിക്കുക. സംഭാഷണം ഒരു കലയാണ്. സംഭാഷണം എന്ന കല സ്വായത്തമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും വളരെയധികം വിജയിക്കുവാനും കഴിയും. സംഭാഷണ കലയിൽ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സുകൾ മാത്രമാണ് ഇന്നിവിടെ നൽകുന്നത്. ആരോട് എന്ത് എപ്പോൾ സംസാരിക്കണം എന്ന് അറിഞ്ഞിരിക്കണം. അതിലുപരിയാണ് എങ്ങനെ സംസാരിക്കണം എന്നറിയുന്നത്. ഇന്ന് പലരും സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലാണ് ഫാദറിനോടും ബ്രദറിനോടും മക്കളോടും ഒക്കെ സംസാരിക്കുന്നത്. അത് വളരെയധികം ദോഷം ചെയ്യും. സുഹൃത്തുക്കളോട് വളരെ സൗഹാർദ്ദപരമായ സംഭാഷണമാണ് വേണ്ടത്. എന്നാൽ അമ്മയോടോ സ്നേഹപൂർവ്വം സംസാരിക്കണം, ലവിങ്ലി അമ്മയോട് സംസാരിക്കണം. എന്നാൽ ഫാദറിനോടും ഗുരുവിനോടും ബഹുമാനത്തോടെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കും. വൈഫിനോട് ട്രൂത്ത്ഫുള്ളിയായിട്ട് യഥാർത്ഥ ഹൃദയ വികാരത്തോടു കൂടി സംസാരിക്കണം. അതോടൊപ്പം തന്നെ സിസ്റ്ററോട് സഹോദരിയോട് വാത്സല്യപൂർവ്വം വേണം സംസാരിക്കാൻ. എന്നാൽ കുട്ടികളോടോ വളരെ ഉത്സാഹത്തോടു കൂടി സംസാരിക്കണം. അവരിൽ പുതിയ എനർജി ഉണ്ടാക്കുന്ന രീതിയിൽ ഉത്സാഹത്തോടു കൂടി വേണം മക്കളോട് സംസാരിക്കാൻ. എന്നാൽ നമ്മൾ റിലേറ്റീവ്സിനോട് എങ്ങനെയാണ്, അവരോട് എമ്പതറ്റിക്കലായിട്ട്, നമ്മുടെ ബന്ധുക്കളോട് വളരെ എമ്പതറ്റിക്കലായിട്ട് സഹാനുഭൂതിയോടു കൂടി വേണം സംസാരിക്കാൻ. ഒഫീഷ്യൽ നമ്മുടെ മേലുദ്യോഗസ്ഥനോട് വളരെ പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് തന്നെ ഉണ്ട്. എങ്കിലും ബഹുമാനവും വിനയവും ഒത്തൊരുമിച്ച ഒരു വാക്കാണ് പൊളൈറ്റ്. അങ്ങനെ പൊളൈറ്റായിട്ട് ഒഫീഷ്യലിനോട് സംസാരിക്കണം. ഇങ്ങനെ സംസാരത്തിൻ്റെ ചില ശൈലികൾ സ്വായത്തമാക്കിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭാഷണ കല നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയും. അതുവഴി ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും പല സ്ഥലങ്ങളിലും അംഗീകാരം ലഭിക്കാനും സാധിക്കും. എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു.